എന്തുകൊണ്ടാണ് ഇവരെല്ലാം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു? അപ്പോൾ ഇന്ന് രാത്രി നിശ്ചിത സമയത്തിനുള്ളിൽ ഷമീർ അബ്ദുൽ സലാം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായെന്ന് പറയാൻ പോവുക. അത് കേട്ടതിന് ശേഷം അങ്ങേര് പറഞ്ഞത് ഈ കാര്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ മാർഗം സ്വീകരിക്കാം. അല്ല എങ്കിൽ അയാൾ വന്ന് പ്രസംഗിച്ചു, അതിനിപ്പോൾ എന്നെ വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഇല്ല. അപ്പം കാര്യം പറയാൻ പോവുക, എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം. അപ്പം ചില ചേട്ടന്മാർ മുമ്പ് കയറി പറയും, നിങ്ങളങ്ങനെ കാര്യമൊന്നും പറയണ്ട, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് മുമ്പേ കയറി പറയും. അതിനെ ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ പെന്തിക്കോസിൽ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ കാര്യം എന്നാ? അപ്പം ചില ചേട്ടന്മാർ പറയുകയാണേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോന്നയാന്ന്. ഒരു പന്തലിൻ്റെ അകത്ത് നിറയെ അമേരിക്കക്കാരിരിക്കുന്നുണ്ടോ? കൈവയ്ക്കും ദൈവത്തെ സ്തുതിച്ചാട്ട്. കിടക്കാനൊരു പായില്ലാത്ത ഐറ്റങ്ങളുണ്ട് ഇത് ഈ പലതും. എന്നാലും കേൾക്കാനൊരു സുഖമുണ്ട്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോയെന്നൊക്കെ വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഈ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് എന്നിറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടം കൂടെ പോയെന്നുള്ളതാണ് സത്യം. കിട്ടാൻ വേണ്ടി ഇറങ്ങിയതല്ല. മനസ്സിലായോ? ഈ പന്തലിലിരിക്കുന്ന ദൈവമക്കളായ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ അവരിവിടെ കയറി ഇന്ന് സാക്ഷ്യം പറയും. ഇന്ന് ന്യായമായി കിട്ടേണ്ടുന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ന്യായമായി കിട്ടേണ്ടുന്ന ഒരു ആനുകൂല്യം തേടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ നീ കമ്മലും മാലയിട്ട് പൊട്ടും കുത്തി വന്നാൽ ആനുകൂല്യം തരാമെന്ന് പറയുന്ന ആഫീസർ അണ്ണന്മാരുണ്ടായിട്ടും ഛർദ്ദിച്ചത് തിരിച്ചു ഭക്ഷിച്ചിട്ടൊരു ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞ് ന്യായമായി ലഭിക്കേണ്ടുന്ന നന്മ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നും ഈ യേശുവിനെ ആരാധിക്കുന്ന ചിലത് ഈ പട്ടണത്തിലുണ്ട്. അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പിറകെ ഇറങ്ങിയതല്ല. അതിൻ്റെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി യേശുവിനെ ആരാധിപ്പാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഞങ്ങളെ അമേരിക്കക്കാരെന്ന് പറഞ്ഞ് കളിയാക്കരുത് പ്ലീസ്. അപ്പോൾ വേറെ ചില ചേട്ടന്മാർ പറയും, അതൊന്നും അല്ലടേ കാര്യം. പിന്നെന്തിനാണ് കാര്യം? അതേ വേറൊന്നും അല്ല, ഇത് മതം മാറ്റുന്ന പരിപാടിയാണെന്ന് പറയും അല്ലേ? ഇപ്പം അങ്ങനല്ലേ പറയുന്നത്, മതം മാറ്റുക. ഈ അടുത്ത കാലത്തൊരു പെണ്ണും പിള്ള ഇങ്ങനെ മൊബൈലിൽ വന്നിട്ട് പറയുകയാണ്, ഇവിടെ കുറേ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. എന്നാൽ പിന്നെ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത്. പ്രശ്നം കഴിഞ്ഞില്ലേ? 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും നല്ലൊരു മുഴുത്ത കോഴി ജംഗ്ഷനിലിരിപ്പുണ്ടല്ലോ, നരകത്തിലെ കോഴി, രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ കറങ്ങല്ലേ നരകത്തിലെ കോഴി. അപ്പം ഒരു 2000-ൻ്റെ ഒറ്റ നോട്ടും ഒരു നരകത്തിലെ കോഴിയും കാണിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ഇനി വേണം ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കാൻ പോവാം. കൊടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഈ നാട്ടുകാർക്കൊരു സ്പെഷ്യൽ ഓഫർ. ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് നല്ലൊരു മുഴുത്ത കോഴിയും 2000-ൻ്റെ ഒറ്റ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തു നിന്ന് ഒരു 25 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ കൊണ്ട് പൊക്കോളാൻ ഞങ്ങൾ ഓഫർ തരിക. പൊക്കോ, പണക്കമുണ്ടോ ഭാഷേ? പോട്ടല്ലേ, കഞ്ഞിക്കും പയറിനും വന്നതെല്ലാം പോട്ടെ, അങ്ങനെ പോട്ടെ, ഞങ്ങൾക്കൊരു പണക്കവും ഇല്ല. അതിൻ്റെ പേര് നാളെ ഞങ്ങൾ ഒരൊറ്റ ബസ്സിന് കല്ലെറിയത്തില്ല, ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, സമരത്തിനിറങ്ങത്തില്ല. 25 എന്നുള്ളത് കുറഞ്ഞു പോയെങ്കിൽ ഒരു ഓഫർ കൂട്ടിത്തരാം, ഒരു 50 എണ്ണത്തെ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപൊക്കോ, ഞങ്ങൾക്ക് പണക്കമൊന്നുമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞയ്ക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലടോ, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്.